ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് 2 അപ്പോൾ നിങ്ങൾക്ക് നോമ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്, ക്ഷീണമുണ്ടോ? പിന്നെ നല്ല വെയിലല്ലേ, അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ക്ഷീണങ്ങളും കാര്യങ്ങളും കാണും. എനിക്കും ഉണ്ട്. ഇന്നത്തെ നോമ്പ് തുറ എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ ടൈം 4 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വന്നതാണ് നിസ്കരിക്കാനൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്കും ഇറച്ചിക്കുള്ള കാര്യങ്ങളും ഒക്കെ റെഡിയാക്കുമായിരുന്നു. ഓൾമോസ്റ്റ് കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു. പത്തിരിയും ഒക്കെ റെഡി ആയിരുന്നു ആ ടൈം ആയപ്പോഴത്തേക്കും. പത്തിരിയും ഇറച്ചിയുടെ കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും നാരങ്ങളും ചായയൊക്കെ റെഡി ആക്കിയാൽ മതിയല്ലോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഉമ്മച്ചി വേപ്പില ഇട്ട് വെച്ചേക്കാണ്, വേപ്പില വാടാതിരിക്കാനായിട്ട്. അങ്ങനെ ടൈം ഓൾമോസ്റ്റ് 6:30 കഴിഞ്ഞു. നൗഫലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നൗഫലിൻ്റെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ നോമ്പ് തുറക്കുന്നത് ഡേറ്റ്സ് വെച്ചാണ്. പിന്നെ കട്ട്ലൈറ്റ് ഉണ്ടായിരുന്നു, നാരങ്ങവെള്ളം, ചായ, അതൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് വെറുതെയാണ്. കാരണം നമ്മൾ ഒരു കട്ട്ലൈറ്റും നാരങ്ങളും അങ്ങനത്തെ ചെറിയ സ്നാക്സ് പോലത്തെ ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫില്ലാവും. അപ്പോൾ ഉമ്മച്ചി എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നതാണ് കഴിക്കുന്നതും പറഞ്ഞുകൊണ്ട്. അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുത്തിട്ട് ലാസ്റ്റ് ഞാനും കഴിച്ചു. ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ ഡേറ്റ്സും നാരങ്ങളും കുടിച്ചായിരുന്നു. പിന്നെ കട്ട്ലൈറ്റും സോസും കൂടി കഴിച്ചു. നമുക്ക് ഫസ്റ്റ് കഴിക്കുന്ന ടൈം മാത്രമാണ് ഭയങ്കര വിശപ്പുണ്ടാവുള്ളൂ. ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലോണം വയറ് ഫില്ലാവും. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാനായിട്ട് പോയായിരുന്നു. നൗഫലും അനിയനും പള്ളിയിലോട്ട് പോയി നിസ്കരിക്കാനായിട്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് ഓതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓതി തീർത്തു. എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 7 മണിയായിരുന്നു. അപ്പോഴത്തേക്കും ഒരു പള്ളിയിൽ നിന്ന് വന്നു. പിന്നെ അപ്പം തന്നെ ഒന്നും ഫുഡ് കഴിച്ചില്ല. കാരണം കുറച്ച് നേരം ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. പിന്നെ തേങ്ങാപ്പാലും ഉണ്ടായിരുന്നു. തേങ്ങാപ്പാലും കൂടിയും പത്തിരിക്ക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതും ഉണ്ടാക്കിയായിരുന്നു. ഞാനും അധികമൊന്നും എടുത്തില്ല. 2-3 എന്തോ എടുത്തോളൂ. ശരിക്കും പറഞ്ഞാൽ കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു, ഞാൻ കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ എൻ്റെ സെക്കൻഡ് നോമ്പ് ഇന്നത്തെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.